Hallelujah. 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 ആരാധനയില്ലാത്ത സഭക്കുടി. ആരാധനയില്ലെങ്കിൽ ഇന്ന് സഭകൾ സഭപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ സഭകൾ എന്തുവാ സഭപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ സഭയ്ക്ക് പോകുന്ന എന്താണ്? മരിച്ച ഉടനെ ഞങ്ങൾക്ക് അടക്കം വേണം, കല്യാണം നടത്തൽ. ഇതിനു വേണ്ടി ദൈവത്തെ ആരും പഠിപ്പിക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാക്കായിരുന്നെങ്കിലും അറിഞ്ഞ സത്യത്തെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. മരിച്ചവരുടെ അവസ്ഥയിൽ പുറത്തു പറട്ടെ. ഉറങ്ങുന്ന ഒരു വ്യക്തിയെ നമുക്ക് എഴുന്നേൽപ്പിക്കാം, പക്ഷെ ഉറങ്ങുന്നത് പോലെ ഇല്ലേ അപ്പച്ച? അവർ എത്ര നിങ്ങൾ മക്കളെ ഇപ്പച്ച് ചില എന്റെ മോനാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ എന്റെ കൊച്ചുമോന് ഇന്നലെ വന്ന മോനെ പെട്ടെന്ന് ഏത് രാത്രിയായാലും അമ്മയ്ക്ക് എടാ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോകാൻ പറഞ്ഞു. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അടുക്കളയിൽ പോയി അവന് വെള്ളം കൊണ്ടുവരും. പക്ഷെ എന്റെ മൂത്ത മോന് എടാ ബെബിനെ എഴുന്നേക്കാൻ പറഞ്ഞ അവൻ ചിലപ്പോ ഉറങ്ങി പോകത്തില്ല. പക്ഷെ പറയുന്നത് മുഴുവൻ അടിക്കും. അവനോട് ചോദിച്ചാല് പക്ഷെ എഴുന്നേക്കത്തില്ല. ഇങ്ങനെ അവൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇവൻ കണ്ണടച്ചിങ്ങനെ. പക്ഷെ ഞാൻ രണ്ട് പോയി എടാ എഴുന്നേക്കടാ ഇല്ല. അപ്പൊ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ പാടാ ഇല്ലേ? ഉറങ്ങുന്നവരെന്ത് ചെയ്യാം? ഉണർത്താം. ഇന്നത്തെ കാലം നമ്മുടെ ഉറങ്ങുന്ന അഭിനയം വേണ്ട. ഉറക്കത്തെ വിട്ട് എഴുന്നേൽക്കാം. ഉറക്കത്തെ വിട്ട് എഴുന്നേൽക്കാം. വിടുതലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ഇരുന്ന് തിരുവല്ല പോകണ്ട. അതിന്റെ വിടുതലയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് കാത്തിരിപ്പ് പോകണ്ട. അതിന്റെ വിടുതലയ്ക്ക് വേണ്ടി അമേരിക്കയിൽ നിന്ന് ഒരു സായിപ്പ് ഇവിടെ വന്ന് പ്രസംഗിക്കേണ്ട. ഇന്ന് നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തെ വിട്ട് പുറത്തു വന്നു. നിങ്ങളുടെ വിഷയങ്ങളിനകത്തോ ഏത് ശത്രുവാണ് നിങ്ങളുടെ വിഷയത്തെ കെട്ടിവെച്ചോ? ഏത് ശത്രുവോ നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി ബന്ധിച്ചു വെച്ചോ? ആ ബന്ധനത്തെ ഇതുവരെ പരിശുദ്ധാത്മ വാഴിച്ചു വെച്ചു. ആരാധനയില്ലാത്ത സഭക്കുടി. 430 വർഷമായി ഫറവോന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനം ആരാധിക്കാൻ പറ്റുന്നില്ല. നീ എവിടെ പോകരുത്? ആരാധനയ്ക്ക് മാത്രമേ പോകരുത്. ആരിടവര് ഫറവോന്റെ ഒരു പദ്ധതിയായിരുന്നു. ഇസ്രായേൽ ജനം ആരാധിക്കാൻ മനസ്സുകൊണ്ട്. ഈ മന്നൻ പറയുന്ന വാക്കുകൾ ആരാധനയ്ക്ക് മാത്രം നിങ്ങൾ പോകരുത്. ഈ ദേശത്തിൽ നിൽക്കുന്ന ദുഷ്ട പിശാച് ആരാധന
നമുക്ക് കുറച്ച് നാളിനവും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അച്ഛനെ എത്ര നിലവിളിച്ച് കാണും, അച്ഛനെ എത്ര നിലവിളിച്ച് കാണും. പച്ച കറ്റൊക്കെ അടുത്ത് എത്രമാത്രം കഷ്ടത സഹിച്ചിട്ട് നമുക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. തമിഴ്നാട് പ്രദേശത്തിൽ ആരാധിക്കാൻ കഴിയാതെ, പാടാൻ കഴിയാതെ ജനങ്ങൾ എത്രയോ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു ഹോള് ഈ സാംനഗറിൽ തന്ന് എത്ര സ്വാതന്ത്ര്യമായി ആരാധിക്കാൻ കർത്താവ് നമുക്ക് വാക്യം തന്നതല്ലേ. നോർത്ത് ഇന്ത്യയിലൊക്കെയും ഇന്ന് ആരാധിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീയാണ് നിൽക്കുന്നത്. എത്ര പേർക്ക് അറിയുന്നുണ്ടെന്ന് അറിയാമോ? ഇന്നൊക്കെ കാലം സ്വാതന്ത്ര്യം തന്നത് കൊണ്ട് നഷ്ടമാക്കല്ലേ, സ്വാതന്ത്ര്യം തന്നത് കൊണ്ട് നഷ്ടമാക്കല്ലേ. പറഞ്ഞ് ഇന്ന് പോകാം, പറ്റത്തില്ല, നാളെ പറ്റത്തില്ല, മറ്റന്നാൾ പറ്റത്തില്ല, പോകരുത്. എവിടെ മാത്രം? ആരാധനയ്ക്ക് മാത്രം പോകരുത്. എവിടെയാ? എവിടെയാ? ആരാധനയ്ക്ക് മാത്രം പോകരുത്. ആരാധനയെ ബന്ധിച്ച പർവ്വതീയ ശക്തി ദൈവത്തിന്റെ ദൂത് മനസ്സിലായോ? ഈ സഭയുടെ ആരാധനയെ തകർക്കരുത് എന്നാണ് ഇവിടെ ഉള്ള